നിങ്ങൾക്കേ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി കൂട്ടി മടുത്തോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞോളൂ. ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്. അപ്പം നമുക്ക് ഇവരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ? വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് മാറ്റി കേട്ടോ. ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി ഇവന്മാർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരെ നമ്മളുണ്ടല്ലോ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരു അരമണിക്കൂർ മുമ്പേ പണി തുടങ്ങാം കേട്ടോ. എന്നാലാണ് നമുക്ക് ഒന്നുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റും. ഇനി അടുത്തത് കുഞ്ഞാഞ്ഞിയാക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞ കളർ ഇട്ട് കൊടുക്കുക. അല്ലേ, കളറല്ല കേട്ടോ, മഞ്ഞപ്പൊടി. അടുത്തത് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവരുടെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നിറവറ കേട്ടോ ഞാൻ എടുത്തേക്കണേ. ഇനി അടുത്തത് നമ്മുടെ കുരുമുളക് കേട്ടോ. കുരുമുളക് പൊടി ഇത്തിരി മിനിറ്റ് നിന്നോട്ടെ, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ അവരവരുടെ പാകത്തിന് ഇട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ചാറ്റ് മസാല. അധികമൊന്നും വേണ്ട, ഓവർ ടേസ്റ്റ് വന്നാൽ കൊള്ളില്ലല്ലോ. പിന്നെ കുറേ പേർക്കൊക്കെ മനസ്സിലായി കാണൂല്ലേ ഇത് എങ്ങോട്ടുള്ള പുറപ്പാടാണ്. അപ്പം നമുക്ക് ഇവനെ മിക്സ് ചെയ്യാവുന്ന ആദ്യം തന്നെ. ഇനി വേണ്ട കേട്ടോ ചേർക്കാനായിട്ട്, നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പം നമ്മളൊരു വഴിക്ക് പോണതല്ലേ, എന്നാൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് കിടക്കട്ടെ അല്ലേ, ഓവറാവണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ളു കായംപൊടി ആവാം. വിധം മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്, പൊടികൾ. ഇനി ആവശ്യമുണ്ട് നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ അരിപ്പൊടി കേട്ടോ. അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി അടുത്തത് എന്തായിരിക്കും? ഇവൻ തന്നെ നമ്മുടെ കുറച്ച് കോൺഫ്ലവർ, അതുപോലെ തന്നെ കുറച്ച് മൈദ. ഇനി ഇവരെ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവരിവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് വരാം. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ. ഇനി ഇങ്ങനെ വറുത്ത് ഓരോന്നായിട്ട് അല്ലാട്ടോ കുറച്ച് എത്തിച്ചിട്ടിട്ട് വറുത്ത് വരാം. അപ്പോൾ ഇവരിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത് വെച്ച്, ഹൈ ഫ്ലെയിമൊന്നും ഇടണ്ട. പിന്നെ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ചില ഫുഡുകൾ നമ്മൾ പറയില്ല, എത്ര ടേസ്റ്റാണെന്നൊക്കെ ശരിക്കും അതിൽ പെട്ട ഒന്നാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയ സംഭവം. അത് ചോറിന് ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കാം. വഴുതനങ്ങ മസാല പരത്തി വറക്കില്ലേ, അതുപോലെ അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ നമ്മൾ പൊടിയൊന്നും ചേർക്കാറില്ല. അത് അരിപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാൽ എനിക്ക് കുറേ മുമ്പ്, ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരിക്കൽ മുമ്പ് എപ്പോഴും ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വീഡിയോ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അടിപൊളി സൂപ്പറാണ്. നമുക്ക് എന്താ പറയുന്നത്, കൊണ്ടാട്ടമൊക്കെ കടിക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് കുറച്ച് ചോറിന് എന്നാൽ മെഴുക്കുവരട്ടി പോലെ കൂട്ടാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു മെഴുക്കുവരട്ടി എന്നുള്ളൊരു മടുപ്പൊക്കെ മാറും ചെയ്യും. നമ്മുടെ കുട്ടികൾ നല്ല മീൻ വറുത്ത പോലെ ഇരിപ്പുണ്ടല്ലേ, കൊഴുവ വറുത്ത പോലെ ഇല്ലേ, അകവും പുറവും പച്ച കളറാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ നല്ല പോലെ പൊരിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് നേരെ ഇതിലേക്ക് മാറ്റാം. മീനൊക്കെ കൂട്ടുന്നവർക്ക് ഉച്ചയ്ക്ക് ഒരു മീൻ വറുത്തതില്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അടിപൊളിയാണിത്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ വറുത്തെടുക്കാം. ഇവനിങ്ങനെ കിടക്കണേ, കൊതിയായിട്ട് വയ്യ. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം അല്ലേ. സൗണ്ട് കേൾക്കണല്ലേ, സൂപ്പർ. മറക്കണ്ട ഉണ്ടാക്കാൻ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇവരെ ഇങ്ങനെ ബജ്ജി പോലെ ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ അല്ലാണ്ട് കുറച്ചുകൂടി മാവ് കട്ടിയിലെടുത്തിട്ട് നമുക്കത് ഇതുപോലെയും കൂടെ മുക്കി വറുത്തെടുത്താലും ടേസ്റ്റ്.